നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 12-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 28-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം നമ്മൾ നോക്കുമ്പോൾ രാവിലെ വളരെ കുറച്ച് നേരം മാത്രമേ, അതായത് 8:21 വരെ മാത്രമേ രോഹിണി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് മകയിര നക്ഷത്രം. അപ്പോൾ ഇന്ന് രോഹിണി ആയാലും മകയിരമായാലും ശുഭനക്ഷത്രം തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് നക്ഷത്രത്തിൻ്റെ ഈ ടൈം ഇങ്ങനെ പറയാൻ കാരണം, അപ്പോൾ ഇന്നത്തെ നക്ഷത്രം കൊള്ളാം, നമുക്കെല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദവുമാണ്. പക്ഷെ ബർത്ത്ഡേ എടുക്കുമ്പോൾ നമുക്ക് രോഹിണിയല്ല, മകയിരൻ നക്ഷത്രമാണ് എടുക്കേണ്ടത്. 6 നാഴിക നേരം മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ആ നക്ഷത്രം എടുക്കാവൂ. അന്നത്തെ നക്ഷത്രം നാളായിട്ട് എടുക്കാവൂ. അപ്പോൾ നമ്മൾ നാളെ നോക്കുന്നവർ ഇന്നത്തെ ദിവസം നാളെ രാവിലെ വരെയും മകയിരൻ നക്ഷത്രമാണ്. അപ്പം ബർത്ത്ഡേ എടുക്കുമ്പോൾ മകയിരൻ നക്ഷത്രം എടുക്കണം. മിഥുന മാസത്തിലെ മകയിരൻ നക്ഷത്രമാണ് പറഞ്ഞത്. നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്, ജന്മനാളുകൊണ്ട്. അപ്പോൾ ഒരു വർഷവും നമുക്ക് സൂര്യൻ പ്രപഞ്ചനാഥനാണ്, ഏറ്റവും കൂടുതൽ എനർജി സ്രോതസ്സാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവരാണ് സൂര്യൻ. പ്രശസ്തി ഉണ്ടാവും, ധനനേട്ടം വരും, നമുക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കും, സാമ്പത്തിക നേട്ടം വരും. ഇതൊക്കെ ഉള്ളതിൻ്റെ കൂടെ തന്നെ ടെൻഷനും കൂടി പ്രദാനം ചെയ്തു തരും. സൂര്യൻ ചൂട് ഗ്രഹമാണ്. നമുക്ക് പലപ്പോഴും ആ സൂര്യൻ്റെ ചൂട് വേണ്ട രീതിയിൽ താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ ഉണ്ടാകാനിട വരും. അതുകൊണ്ട് സൂര്യനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പോകണം ഈ ഒരു വർഷക്കാലവും. നമുക്കെല്ലാം കിട്ടണം, കിട്ടുകയും ചെയ്യും. പക്ഷെ അത് സന്തോഷത്തോടെ അനുഭവിക്കണമെങ്കിൽ സൂര്യപ്രീതി വേണം. രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുകയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം. ആദിത്യനെ നമസ്കരിക്കുക. തൊഴുതു പോകുമ്പോൾ നമുക്ക് ഇഷ്ടദേവനായി സങ്കല്പം ചെയ്ത് സൂര്യനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് ഈ ടെൻഷനും അസ്വസ്ഥതയും വരില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങാം. സുഹൃത്തുക്കളെ കാണാനോ, കാര്യങ്ങൾ അവധി ദിവസമാണ്, മറ്റ് പർച്ചേസിങ്ങിനോ ഫങ്ഷനോ ഒക്കെ പോകാൻ കൊള്ളാവുന്ന ദിവസമാണ് കുടുംബസമേതം. അപ്പോൾ നമ്മൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വളരെ സന്തോഷത്തിൽ ഫാമിലി ആയിട്ട് പോവും, സന്തോഷക്കേടായിട്ട് തിരിച്ചു വരും. കാരണം ഒരാഴ്ചയ്ക്കുള്ള എനർജി സ്രോതസ്സാണ് സൺഡേ, ഞായറാഴ്ച. അന്ന് ഒരാഴ്ചയ്ക്ക് വേണ്ട എല്ലാം സംഭരിക്കുന്ന ദിവസമാണ്. ഏറ്റവും കൂടുതൽ എനർജി, മാനസിക സന്തോഷം, മാനസിക ഉന്മേഷം, നമുക്ക് കുടുംബത്തിനകത്തിരുന്ന് സംസാരിച്ച് നമുക്കൊരാഴ്ചയ്ക്ക് വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടി ഇറങ്ങേണ്ട കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷത്തോടെ അന്നത്തെ ദിവസം ചെലവഴിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് രാവുകാല സമയം 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5:12 ആരംഭിക്കുകയുള്ളൂ. 6:46 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. അതുപോലെ തന്നെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയമുണ്ട്. അതിൽ ഗുളികൻ്റെ സമയം 3:38 തൊട്ട് 5:12 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:30 തൊട്ട് 2:04 വരെയും. ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. രാവുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. 48 മിനിറ്റ് നേരമുണ്ട് അഭിജിത്തിൻ്റെ സമയം. 12 മണി അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുന്നത് തന്നെ 12:06 തൊട്ട്
12:54 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം സമയമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. ചുവപ്പ് മിക്സായിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറോ ചുടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തി പോകുമ്പോൾ നമുക്ക് സൂര്യൻ്റെ പോസിറ്റീവ് എനർജി, ആ ദിവസം ഉള്ള എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കപ്പെടും, പോസിറ്റീവായിട്ടുള്ള. അപ്പോൾ നമുക്ക് നല്ല ഉന്മേഷവും ഉണർവും സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വരും. അപ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.